സിദ്ധാർത്ഥ എന്ന പയ്യന് പാവായിരുന്നു. ആ വെറ്റിനറി കോളേജിൽ പഠിച്ച പയ്യനാ. റാഗിങ്ങിന്റെ പേരില് പാവം പയ്യൻ. ആ കേസൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട്. ആ DSP വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിളിച്ചിരുന്നു. ഇയാളെ സിദ്ധാർത്ഥന്റെ ഫ്രണ്ടാണോ? അറിയോ സാറേ? എന്തായി കാര്യങ്ങളൊക്കെ? എന്തായി ബ്രദർ? പോസ്റ്റ്മോർട്ടത്തിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. 1-2 മണിക്കൂറൊക്കെ കഴിയും. താനൊരു കാര്യം ചെയ്യും. DSP സാർ വരുന്നുണ്ട്. താനൊരു രാഷ്ട്രീയക്കാരനല്ലേ, തനിക്ക് എന്തെങ്കിലും പറയണെങ്കിലേ സാറിനോട് പറഞ്ഞോ. എടോ ഇയാളെ പേര് പറയൂ സാർ. എന്തായിടോ കോളേജിലെ മൊഴിയെടുപ്പൊക്കെ കഴിഞ്ഞോ? കോളേജിലെ പിള്ളേരെ മാത്രമല്ല, ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പാളിന്റെയും എല്ലാരെയും മൊഴിയെടുത്തുണ്ട് സാർ. പ്രതികളെ കുറിച്ച് വല്ല സൂചന കിട്ടിയടോ? സാർ, പ്രതികൾ സഞ്ചരിച്ചിരുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം കിട്ടിയുള്ളൂ സാർ. എടോ ജില്ലക്ക് അകത്തും പുറത്തും ഒരു ഹോട്ടൽ ഒഴിവാക്കണ്ട സാർ. സിറ്റി മാത്രമായിട്ട് നോക്കല്ലേ, ഒളിഞ്ഞു കിടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഹോട്ടലുകളും ഒന്നും വിടണ്ട. ഓക്കെ സെർച്ച് എവരിവെയർ വാട്ട് ഐ എം സേയിങ്. ഓക്കെ സാർ. എന്നാ ഞാൻ ഇറങ്ങിയിട്ട് സാർ. വെയിറ്റ് ഐ ആം ഓൺ ദി വേ, ഐ ആം കമ്മിങ്. വെയിറ്റ് മാൻ. സാർ. ഓക്കെ സാർ. ഷമീറേ, നീ അവിടെ തന്നെ ഉണ്ടാവണം. ഇതൊരു രാഷ്ട്രീയ കൊലപാതകം ആയതുകൊണ്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ. ഓക്കെ സാർ. സിദ്ധാർത്ഥ ചോറ് വെച്ച് കാത്തിരിക്കാടാ അമ്മ. മോനോന്റെ ക്ലാസ്സിൽ തന്നെ അല്ലേ, അപ്പൊ നിനക്ക് എന്തേലൊക്കെ അറിയാം അല്ലേ? സാറേ. പറയൂ. താൻ പിന്നെ വന്നോ? സാറേ, നമ്മള് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. ക്യാമസും നാടും നാട്ടുകാരൊക്കെ ഇളകിയിട്ടുണ്ട്. ആടോ അറിയാവടോ, ഞാൻ കൊടുക്കാം. അന്വേഷണം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഒളിവിലാടോ. നമുക്ക് നോക്കാം. സാർ, എന്തായടോ കാര്യങ്ങളൊക്കെ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബോഡി എത്തുന്നുള്ളൂ സാർ. പ്രതികളെ നിങ്ങൾക്ക് ഓൾറെഡി വിവരം കിട്ടിയതല്ലേ, പിന്നെന്താ താമസം? സാർ, ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടായിരിക്കും വൈകുന്നത്. പ്രതികളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടിച്ചിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. ഓക്കെ സാർ. മോനെ, അമ്മക്കിനി ആരാടാ? സാർ. സാർ. നാസറേ, എന്തായിടോ കാര്യങ്ങളൊക്കെ? സാർ, നമ്മള് ഷമീർ ഇവിടെ നിന്നോട്ടെ. പിന്നെ നമ്മുടെ വനിതാ കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, പ്രീത നായർ, അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവര് വന്നോളും. നീ ഒരു കാര്യം ചെയ്യും, സെർച്ച് ഓൾ ദി പ്ലേസസ്. ഓക്കെ നാസറേ? പറയൂ സാർ. ബോഡി എത്താൻ ഇനി 1 മണിക്കൂർ എടുക്കും. സാർ, പോസ്റ്റ്മോർട്ടം നടക്കുന്നേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, സിദ്ധാർത്ഥന്റെ അമ്മയെ ഒന്ന് കാണാം. ഓക്കെ, വരൂ. ഇറ്റ്സ് ഓക്കെ സാർ. ആ കോളേജിലെ പിള്ളേരും രാഷ്ട്രീയക്കാരൊക്കെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ടാവും. ഇനി അവിടെ എന്തൊക്കെയാണോ അവിടെ ഓൾറെഡി പോലീസ് ഫോഴ്സ് ഉണ്ട് സാർ. ഒന്ന് വാ മോനെ. സിദ്ധാർത്ഥ സാർ ഇപ്പൊ എവിടെയാ? അയ്യോ സാറേ. കരയണ്ട. കരയാതിരിക്കൂ. എന്റെ മോനെ പട്ടിയെ തല്ലുന്ന പോലെ സാർ അവര് തല്ലിയേ. നിങ്ങൾ കരയല്ലേ, സാറ് പറയുന്നത് കേൾക്കൂ. വെച്ച് ഹോസ്റ്റലിൽ നടുക്ക് വെച്ച് പോണവരും ഒക്കെ തല്ലി സാറേ. സാറ് പറയുന്നത് വയറ് കൊണ്ടും ബെൽറ്റ് കൊണ്ടും ഒക്കെ തല്ലി സാറേ. സിദ്ധാർത്ഥന്റെ അമ്മ കരയണ്ട, എല്ലാരും നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. ഞങ്ങൾ ഇത്ര ആളുകളില്ലേ, അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു പേടിയും മേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. കരയണ്ട കേട്ടാ, സമാധാനമായിട്ടിരിക്കും. എല്ലാം ശരിയാവും കേട്ടാ. സിദ്ധാർത്ഥന്റെ അമ്മ ധൈര്യമായിട്ടിരിക്കും. മോനെ കൊന്നതാ സാറേ. പിന്നെ നാസറേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു വിളിച്ചു. മോനെ കൊന്നതാ സാറേ. എന്റെ മോനെ കൊന്നതാ. ഷമീർ, കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നാസറിനെ അൻവറിനെ വിളിക്കാം. മനസ്സിലായോ? ശരി സാർ. ഓക്കെ, ടു ബി കെയർഫുൾ. എടോ, ഈ മരിച്ച പയ്യൻ ഒരു രാഷ്ട്രീയത്തിലില്ലാത്ത പയ്യനാണല്ലോ. രാഷ്ട്രീയ റാഗിങ് ഒക്കെ നിർത്തേണ്ട സമയമായിരിക്കും. അതെ സാറേ. സാറേ, 1 മിനിറ്റ്.
സർ, ഞാൻ അനിൽ ജോസ്. കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അനിൽ ജോസ്. ഓക്കെ, സിദ്ധാർത്ഥന്റെ ബോഡി പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ ബോഡി ഇവിടെ എത്തും. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ 20ഓളം പ്രതികളുണ്ട്. 8 പ്രതികളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഒളിവിലാണ്. അവർക്ക് വേണ്ടി കേരള പോലീസ് വല വിരിച്ചു കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ അവരെ പിടിച്ചിരിക്കും. ഓക്കെ ഓക്കെ സർ. ദാറ്റ്സ് ഓൾ. സിദ്ധാർത്ഥ് കൊലക്കേസിലെ പ്രതികളായ ഗിരിവാസൻ, സുഡു, പവിത്രൻ, ജോൺ, ഷെരീഫ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാർ ലക്ഷ്യമിട്ട് തിരച്ചിൽ തുടർന്നു പോലീസ്. കേസിൽ 20 പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സിദ്ധാർത്ഥ് കേസിലെ പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് വ്യക്തമാക്കി. ജോക്കർ കമ്മിങ്. ഹേ കുമാ, പറ. ഒരു പാവം സിദ്ധാർത്ഥൻ, ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറുപ്പക്കാരൻ, കൊന്നുകളഞ്ഞു അവനെ. പറ കുമാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറ, കേൾക്കട്ടെ. കൊന്നുകളയട്ടെ ഞാൻ? പോയിട്ട് വരാം, കണ്ടിട്ട് വരാം, കൊന്നിട്ട് വരാം. ഒന്നാം പ്രതി ഗിരിവാസൻ, 2ാം പ്രതി സുഡു. നീയാണോ സുഡാനി ഷഫീഖ്? പറയടാ, നീയാണോ സിദ്ധാർത്ഥിനെ ബെൽറ്റ് കൊണ്ടടിച്ചത്? നീയാണോ ബാറ്റ് കൊണ്ടടിച്ചത്? നീയാണോ കൊന്നത്? പറയടാ. ഒരു പാവം മെഡിക്കൽ വിദ്യാർത്ഥിയെ കൊല്ലാൻ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു? പറ. ഇതിനുള്ള ശിക്ഷ നിനക്ക് എങ്ങനെ ഞാൻ തരണം? അവന് ഞാൻ എങ്ങനെ കൊടുക്കണം? ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? മനസ്സിലായടാ? നീയൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല. നിങ്ങൾക്കാർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ല. 24 വയസ്സുള്ള ഒരു പാവം പയ്യനെ തല്ലിക്കൊല്ലുമ്പോൾ നീ ഓർത്തില്ല? വേദന നീ ഓർത്തില്ല? നീയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ലടാ. 3ാം പ്രതി പവിത്രൻ. നീയാണ് 3ാം പ്രതി പവിത്രൻ. അല്ലേ കുമാ? സിദ്ധാർത്ഥനെ കൊന്ന നിനക്കും വേദനിക്കണം. മരണം വരെ വേദനിക്കണം. 4ാം പ്രതി ജോസ്. ചാവടാ നീ 4ാം പ്രതിയാണ് അല്ലേ? നിനക്ക് കുറച്ച് വേദന കൂടുതൽ വേണം. നിന്നെയൊന്നും കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിനക്ക് വേദനിക്കണം. പാവം ആ അമ്മയുടെ മുന്നിൽ നീയൊക്കെ നരകിച്ച് ജീവിക്കണം. ജോക്കർ കമ്മിങ്. ഗിരിവാസൻ, 1ാം പ്രതി ഗിരിവാസൻ. എത്ര വേദനിച്ചിട്ടുണ്ടാവും സിദ്ധാർത്ഥന്? എത്ര വേദനിച്ചിട്ടുണ്ടാവും സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക്? എത്ര വേദനിച്ചിട്ടുണ്ടാവും സിദ്ധാർത്ഥന്റെ കൂട്ടുകാർക്ക്? പറയൂ ഗിരിവാസൻ, അവൻ അനുഭവിച്ച വേദന നീയും അനുഭവിക്കണ്ടേ? പറ. വേദനിക്കുന്നുണ്ടോ? പറയടാ. എനിക്കറിയാം നിനക്ക് വേദനിക്കുന്നുണ്ടെന്ന്. ബട്ട് ദിസ് ഈസ് മൈ റൂൾ.
എന്റെ നിയമത്തിൽ വിധി ഇങ്ങനെയാണ്. വിധി ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് എന്റെ നിയമം. വയറുകൊണ്ട് എന്തൊക്കെ ആയുധങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചു. പവിത്ര, നിന്നെയൊന്നും ഞാൻ കൊല്ലില്ലടാ. നീയൊക്കെ ജീവിക്കണം. നീയൊക്കെ ഈ ഭൂമിയിൽ നരകിച്ച് ജീവിക്കണം. അതെനിക്ക് കാണണം. അതാണ് എന്റെ നിയമം. This is my rule. നീയൊക്കെ നരകിച്ച് ജീവിക്കുന്ന എനിക്ക് കാണണം. ഹലോ ഗൈസ്, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ദിസ് ഇസ് ലാസ്റ്റ് ടൈം. ജോക്കർ എക്സ്പ്ലോറിംഗ്. കുമൻ, ബൈ. ഹലോ സാർ. ഹലോ. ഹലോ സാർ. നാസർ പറയൂ. സാറേ, നമ്മളെ സിദ്ധാർത്ഥ് കേസിലെ 4 പ്രതികളെ കിട്ടി സാറേ. റിയലി? 4 ആളെ കിട്ടിയോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാറേ. എന്താ? അവര് 4 പേര് ക്രിട്ടിക്കൽ സ്റ്റേജാണ് സാറേ. ഐ സി. ക്രിട്ടിക്കൽ? അതെ സാറേ. ഓക്കെ, ബ്രിങ് ദം ഹോസ്പിറ്റൽ. സാർ, കമ്മിങ് ജോക്കർ സാർ. ജോക്കർ കമ്മിങ്. ജോക്കർ? ജോക്കർ? ജോക്കർ കമ്മിങ്, ബ്ലഡി ചീറ്റ്. ജോക്കർ കമ്മിങ്. ഫിനിഷ് ദ നമ്പേഴ്സ്. ഗിരിവാസൻ, സുഡു, പവിത്രൻ, ജോൺ. ഹേ മാൻ. ഹലോ. ഇനിയുള്ള നിന്റെ ജീവിതം സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ്. ഞാൻ കൊടുക്കുന്ന ഒരു ചെറിയ സമ്മാനം. 6ാം പ്രതി നിരഞ്ജൻ. ഡാമേജ്, 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 ഡാമേജ്. നിന്റെ ലൈഫ് ഡാമേജ്. ഇനി നീ പാതി ജീവനിൽ ജീവിക്കും. ഡാമേജ്, 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 ഡാമേജ്. 6ാം പ്രതി ജോസഫ്. 24 വർഷം. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം, സ്നേഹബന്ധം. അറിയാതെ പോയ നിനക്കൊക്കെ ഇതിലും വലിയ ശിക്ഷ ഇനി തരാനില്ല. നരകിച്ച് ജീവിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും. ജോക്കർ, ജോക്കർ, ജോക്കർ. ഈ നിയമം എന്റേത് മാത്രമല്ല. ദിസ് ഇസ് മൈ റൂൾ. ഓരോ അമ്മമാർക്കും സമർപ്പിക്കുന്നു. ജോക്കർ. സിദ്ധാർത്ഥ് കൊലക്കേസിലെ 2 പ്രതികളെ കൂടി അവശനിലയിൽ കണ്ടെത്തി. ജോക്കർ, ജോക്കർ, ജോക്കർ. എവിടെ നോക്കിയാലും ജോക്കർ. ബ്ലഡി ഹെൽ.
സിദ്ധാർത്ഥ് കേസിലെ 4 പ്രതികളെ അവശനിലയിൽ കണ്ടെത്തി. ജോക്കർ വേഷമിട്ട വ്യക്തിയാണ് ഇതിന് പിന്നിലെന്ന് പ്രതികളുടെ മൊഴിയിൽ നിന്നും വ്യക്തമായി. പ്രതികളെ ഗുരുതര പരിക്കുകളോടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സിദ്ധാർത്ഥ് കേസിൽ ഇനിയും പിടിക്കപ്പെടാനുള്ള പ്രതികളുടെ കൂടെ ജോക്കർ എന്ന കഥാപാത്രത്തെയും എത്രയും പെട്ടെന്ന് പിടികൂടുമെന്ന് CI നാസർ അറിയിച്ചു. ഉം. 484 ലോക്കൽ പോലീസ് സ്റ്റേഷൻ, 80 പ്രത്യേക പോലീസ് സ്റ്റേഷൻ, മൊത്തം 564 പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേരളത്തിൽ. എന്തുണ്ടായിടോ ഉണ്ടാക്കുന്നേ? ഇതെൻ്റെ പാർട്ടിക്കുള്ളിലെ കേസാണ്. ഇത് തെളിയിക്കണം എന്നുള്ളത് എൻ്റെ പാർട്ടിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. 20ഓളം പിള്ളേരെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്തു. എന്നിട്ട് അവരിൽ 8 പേരെ നിങ്ങൾ പ്രതികളും ആക്കി. എന്നിട്ട് 4 പ്രതികളെ ഏതോ ഒരു ജോക്കർ കൊടുന്നു. ഏതാണ് ഈ ജോക്കർ? 2 പേരെ സോഷ്യൽ മീഡിയയിൽ മുഖംമൂടിയിട്ട ഏതോ ഒരുത്തൻ എന്തൊക്കെയോ ചെയ്തു. എന്താടോ ഇതൊക്കെ? കാലിൻ്റെ അടിയിലെ മണ്ണാടോ ഒലിച്ചു പോണത്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും ജോക്കർ ജോക്കർ ജോക്കർ. സർ, അതല്ല സർ. ഈ കേസ് ക്ലോസ് ചെയ്യാതെ ഒരൊറ്റ ഒന്ന് എന്നെ കാണരുത് സർ. സർ, ഹലോ. ഹലോ, DSP ബഷീർ സാറല്ലേ? അതെ, DSP ആണ്. എന്നെ മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. സിദ്ധാർത്ഥന്റെ കേസിലെ 4 പ്രതികൾ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. 2 പ്രതികൾ സോഷ്യൽ മീഡിയയിലൂടെ കൊല്ലപ്പെട്ടതായി അറിഞ്ഞു അല്ലേ സാറേ? ആരടാ നീ? ആരാ? ജോക്കർ കമ്മിങ്. ഇനി 2 പ്രതികൾ ജോക്കർ തരും. എവിടെടാ നീ? കേരള പോലീസിന് ജോക്കറിന്റെ വക